ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടർക്കും നമ്മുടെ എസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഗൈസ്, അപ്പോൾ നമ്മൾ സൺഡേ ആയതുകൊണ്ട് നമ്മൾ തൃപ്പരപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസാണ്. അപ്പം അവർ തന്നെയാണ് ഈ പേര് പറഞ്ഞതും. അവർ പോയിട്ടില്ല, അവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കരച്ചിലാണ്. അവരുടെ ഫ്രണ്ട്സൊക്കെ പോയി വാപ്പിച്ച് എന്നെ കൂടെ കൊണ്ടുപോയത്. അപ്പം നമ്മൾ വിചാരിച്ച് അവരുടെ ആഗ്രഹമല്ലേ, അപ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഗൈസ്. അപ്പം നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്താറായില്ല ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങാൻ കാരണം എന്ന് പറയുന്നത്, അപ്പോൾ ട്രാഫിക് ബ്ലോക്കൊക്കെ ചിലപ്പോൾ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇക്കാടെ ഓട്ടോയിലാണ് നമ്മൾ പോയത്. അപ്പം വീട്ടിൽ നിന്ന് ഞാനും ഇക്കയും പിള്ളേരും പിന്നെ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോയിൽ. അപ്പം നമ്മൾ ഇത്രയും പേരാണ് നമ്മൾ തൃപ്പരപ്പ് പോകാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ നമ്മൾ തൃപ്പരപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓട്ടോയിൽ വച്ച് തന്നെ അനിയത്തിയുടെ കമ്മലൊന്നും മിസ്സായി, എവിടെ പോയതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച ആദ്യം ഒന്ന് ഓട്ടോ പാർക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു കമ്മൽ മേടിച്ച് തരാമെന്ന് ഒക്കെ പറഞ്ഞായിരുന്നു അവളുടെ അടുത്ത്. അപ്പോൾ നമ്മൾ ആ ഓട്ടോ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല സെലക്ഷൻസ്, നല്ല അടിപൊളി കമ്മലൊക്കെ വെച്ചാൽ നമുക്ക് നല്ല നല്ല റേറ്റ് കുറവുമാണ് ഗൈസ് അവിടുത്തെ കമ്മലിനൊക്കെ. അപ്പോൾ അനിയത്തിക്ക് ഒരു കുഞ്ഞു കമ്മലാണ് ഇഷ്ടം. അപ്പോൾ അവൾ അത് മേടിച്ച് അപ്പോൾ നമ്മൾ അത് മേടിച്ച് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വന്ന്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഓട്ടോയിൽ കയറി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി നേരെ നമ്മൾ വാട്ടർഫോൾസിലെത്തി. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. കുട്ടികളെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ് ഗൈസ്. അപ്പം 10 രൂപയ്ക്ക് നമ്മൾ ഉള്ളിലോട്ട് കയറി വന്നതിന് ശേഷം നമ്മൾ വാട്ടർഫോൾസിൽ അവിടെ നിന്ന് കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കയറാം. ഇവിടെയും 10 രൂപയേ ഉള്ളൂ. സ്വിമ്മിംഗ് പൂളിൽ ഒരാൾക്ക് 10 രൂപയായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയും അവരെ കൊണ്ടുപോയി കുളിപ്പിച്ച്. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിരുന്നു. പക്ഷെ വെള്ളത്തൊന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടി അവർക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ ഭയങ്കരമായിട്ട് വെള്ളം കാണാൻ ഭയങ്കര ഒരു വെപ്രാളമൊക്കെയാണ്. അപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അപ്പോൾ അതിൻ്റെ പൊടി നിന്ന് കിടന്ന് കളിക്കുന്ന കണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ച വെള്ളം കണ്ട പേടിക്കുമോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആൾ പേടിച്ചില്ല. ആളാണ് പവർഫുള്ളായിട്ടവിടെ നിന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. അപ്പം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വെള്ളം ഭയങ്കരമായിട്ടുള്ള ഫോഴ്സിലാണ് ഉയർന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ ഒരുപാട് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങിയ ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പം അപ്പുറത്തോട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് പോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ അവിടെ നമ്മളൊന്നും പോയില്ല. വെറുതെ നമ്മൾ കുളിച്ച് വന്നപ്പോഴേക്കും ടയേർഡായി കുട്ടികളൊക്കെ. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും അവർക്ക് പാർക്കിൽ പോകണമെന്നായി. പിന്നെ കുളിച്ച് നനച്ച് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ പാർക്കിലൊക്കെ പോയി. പിന്നെ പാർക്കിലൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ അധികം ഒന്നും ചുറ്റിക്കറങ്ങിയില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് പോയി കുളിച്ച് അവരുടെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ കയറി വന്നപ്പോഴാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അതിലൊന്നും കയറിയില്ല. ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയുള്ള എൻ്റെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.